ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രം മാറാനും മുലയൂട്ടുന്നതിനുമുള്ള സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഗതാഗത മന്ത്രാലയങ്ങൾക്കും കേന്ദ്ര നിർദ്ദേശം. സഹകരണ മേഖലയിൽ സ്ഥാപിതമാകുന്ന ആദ്യ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാലയെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിലേക്ക് കേന്ദ്രവിഹിതമായ 817.8 കോടി രൂപ സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ അതിജീവിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ നിർമ്മാണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തുടക്കം കുറിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് നിന്നും ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തിനായി പ്രയത്നിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ സമൂഹ മാധ്യമ പോസ്റ്റിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും താഴെത്തട്ട് മുതലുള്ള പ്രതിരോധ നടപടികൾ ദ്രുതഗതിയിലാക്കിയതിന്റെ ഫലമായി ആരോഗ്യകരമായ ക്ഷയരോഗ രഹിത ഇന്ത്യയ്ക്ക് വഴിയൊരുങ്ങിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രം മാറാനും മുലയൂട്ടുന്നതിനുമുള്ള മുറികൾ ഒരുക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഇത് സംബന്ധിച്ച് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയ, സിവിൽ വ്യോമയാന മന്ത്രാലയം, റെയിൽവേ ബോർഡ് എന്നിവയ്ക്കും വനിതാ ശിശുവികസന മന്ത്രാലയം കത്തയച്ചു. ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി പൊതുസ്ഥലങ്ങളിൽ ലിംഗസൌഹൃദ ഇടങ്ങൾ സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യകത കത്തിൽ എടുത്തു പറയുന്നു. സർക്കാർ ഓഫീസുകളിൽ വനിതാ ജീവനക്കാർക്കായി സാനിറ്ററി പാഡ് വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജോലിക്കാരായ അമ്മമാരെ പിന്തുണയ്ക്കുന്നതിനായി 50 അതിൽ കൂടുതലോ ജീവനക്കാരുള്ള ഓരോ പൊതു കെട്ടിടത്തിലും ഒരു ക്രഷ് സൌകര്യമെങ്കിലും സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ആണവോർജ്ജ മേഖലയിൽ രാജ്യം വൻ മുന്നേറ്റം നടത്തിയതായി കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഹരിയാനയിൽ നിർമ്മിക്കുന്ന പുതിയ ആണവോർജ്ജ നിലയം ഈ വർഷം തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ത്രിഭുവൻ സഹകാരി സർവകലാശാല ബിൽ 2025 ലോക്സഭ പരിഗണിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സർവകലാശാലയെ ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്ന് പുനർനാമകരണം ചെയ്ത് ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമായി ഉയർത്താൻ ലക്ഷ്യമിടുന്നതാണ് ബിൽ. സഹകരണ മേഖലയിൽ സാങ്കേതിക മാനേജ്മെന്റ് വിദ്യാഭ്യാസവും പരിശീലനവും ലഭ്യമാക്കുന്ന ഈ സ്ഥാപനം സഹകരണ ഗവേഷണ വികസനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സഹകരണ മേഖലയിൽ സ്ഥാപിതമാകുന്ന ആദ്യ സർവകലാശാലയാണ് ഇത്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിനെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 1410 ഗെയിമിംഗ് സൈറ്റുകൾ സർക്കാർ ബ്ലോക്ക് ചെയ്തതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. വാതുവയ്പ്, ചൂതാട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ടെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. जो हमारी स्टेट लिस्ट है उसमें एंट्री 34 में बेटिंग एंड गैम्बलिंग आता है, तो राज्य सरकारों को इसका लेजिस्लेटिव फ्रेमवर्क बनाने का पावर है. और इसके अलावा भारतीय न्याय संहिता उसमें सेक्शन 112 में भी इसमें एक्शन लिया जा सकता है. इसके साथ ही साथ I4C उसके माध्यम से जहां से भी कंप्लेंट आती है उस कंप्लेंट के बेसिस पे 1410 गेमिंग साइट्स को ऑलरेडी ब्लॉक किया जा चुका है. ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ 2024 പരിഗണനയ്ക്കെടുത്ത് രാജ്യസഭ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934, ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1955 തുടങ്ങിയ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നതാണ് ബിൽ. ഒരു ബാങ്ക് അക്കൌണ്ടിന് നോമിനികൾക്കുള്ള ഓപ്ഷൻ നിലവിലുള്ള 1 നിന്ന് 4 ഉയർത്താൻ നിയമനിർമ്മാണം ലക്ഷ്യമിടുന്നു. ഓഡിറ്റർമാരുടെ പ്രതിഫലം തീരുമാനിക്കാൻ ബാങ്കുകൾക്ക് അധികാരം നൽകുന്നതുൾപ്പെടെയുള്ള ഭേദഗതികൾ ബില്ലിലുണ്ട്. കേരളത്തിൽ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖ വികസനത്തിന് 271 കോടി രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്കായി അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന് കേന്ദ്ര സർക്കാർ വിഹിതമായ 817.8 കോടി രൂപ സ്വീകരിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിന് സംസ്ഥാന സർക്കാർ നെറ്റ് പ്രസന്റ് വാല്യൂ വ്യവസ്ഥയിൽ തുക തിരിച്ചടയ്ക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട സമഗ്ര മാർഗരേഖയായ കേരള സെക്ടറൽ സൈബർ ക്രൈസിസ് മാനേജ്മെന്റ് പ്ലാൻ അംഗീകരിച്ചു. ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
വയനാട് ഉരുൾപൊട്ടൽ അതിജീവിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ ഒറ്റ നിലയായാണ് വീടുകൾ നിർമ്മിക്കുക. 3 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ വയനാട്ടിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി MP ചടങ്ങിൽ പങ്കെടുക്കും. അതേസമയം ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുകയാണ് വേണ്ടതെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വിവിധ വകുപ്പുകൾക്കുള്ള പണം ഈ മാസം 31-നകം കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വയനാട്ടിൽ സമഗ്രവും വിപുലവുമായ പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പുതിയ വീടുകളിലേക്ക് താമസം മാറും വരെ മുഴുവൻ വാടകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലഹരി വിരുദ്ധ പ്രസ്ഥാനത്തിൽ ജനസമൂഹം പങ്കാളികളാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കുട്ടികളെ നേതൃനിരയിലേക്ക് മുന്നേറാൻ സഹായിക്കുന്ന വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആവശ്യമെന്നും തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഗവർണർ പറഞ്ഞു. ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട അലഹബാദ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. മാറിൽ പിടിക്കുന്നതും വസ്ത്രം അഴിക്കാൻ ശ്രമിക്കുന്നതും ബലാത്സംഗ ശ്രമമായി കാണാൻ കഴിയില്ലെന്ന ഉത്തരവ് ജഡ്ജിയുടെ അനുതാപമില്ലായ്മയാണ് വ്യക്തമാക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും UP സർക്കാരിന്റെയും റിപ്പോർട്ടും പരമോന്നത കോടതി ആവശ്യപ്പെട്ടു. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ സാങ്കേതിക ദാതാക്കളുമായും അക്കാദമിക് സ്ഥാപനങ്ങളുമായും ബന്ധിപ്പിക്കുന്ന ദേശീയ സംരംഭം DX എഡ്ജിന് തുടക്കം കുറിച്ച് നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം. രാജ്യത്ത് നിലവിലുള്ള 6 കോടി MSMEകളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും പ്രയോജനപ്പെടുത്തി പരിഹാരം കാണാൻ സംരംഭം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതു സ്വകാര്യ അക്കാദമിക് മേഖലകൾ തമ്മിലുള്ള സഹകരണം വളർത്തിയെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ സംസാരിച്ച MSME മന്ത്രാലയ സെക്രട്ടറി സുഭാഷ് ചന്ദ്രലാൽ ദാസ് പറഞ്ഞു. സാമ്പത്തിക ഉൾച്ചേർക്കലിനായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ അപ്രതീക്ഷിത തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. മുംബൈയിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 94% മുതിർന്ന പൌരന്മാർക്കും ഇന്ന് ബാങ്ക് അക്കൌണ്ടുണ്ട്. സാമ്പത്തിക ഉൾപ്പെടുത്തലിൽ രാജ്യം ഗണ്യമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. While we continue to make our financial systems safe and secure against money laundering and terrorist financing, we as policymakers need to be mindful that our measures are not overzealous and do not stifle legitimate activities and investments. We need to have laws and regulations which, with surgical precision, target only the illegitimate and the illicit. ബീഹാറിലെ പട്നയിൽ നടന്ന സെപക് തക്രോ ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ സംഘത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടങ്ങിയവർ. സെപക് തക്രോ ലോകകപ്പിൽ ഇന്ത്യൻ സംഘം 7 മെഡലുകളാണ് നേടിയത്. പുരുഷന്മാരുടെ രഘു മത്സരത്തിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം കരസ്ഥമാക്കി ഇന്ത്യൻ താരങ്ങൾ ചരിത്രം കുറിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ഗുവാഹട്ടി സ്റ്റേഡിയത്തിലാണ് മത്സരം. ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ വർധനവുണ്ടായെന്ന അമേരിക്കയുടെ ഇന്റർനാഷണൽ റിലീജിയൻസ് ഫ്രീഡം റിപ്പോർട്ടിനെ ഇന്ത്യ നിരാകരിച്ചു. പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമായ വിലയിരുത്തലുകളാണ് ഇതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യയുടെ ബഹുസ്വരതയെ അധിക്ഷേപിക്കാനുള്ള ശ്രമമാണെന്നും ഇത് മതസ്വാതന്ത്ര്യത്തോടുള്ള ആശങ്കയല്ലെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വസ്ത്രം മാറാനും മുലയൂട്ടുന്നതിനുമുള്ള സൌകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഗതാഗത മന്ത്രാലയങ്ങൾക്കും കേന്ദ്ര നിർദ്ദേശം. സഹകരണ മേഖലയിൽ സ്ഥാപിതമാകുന്ന ആദ്യ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാലയെ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി ഉയർത്താൻ ലക്ഷ്യമിട്ടുള്ള ബിൽ ലോക്സഭ ഇന്ന് പരിഗണിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിലേക്ക് കേന്ദ്രവിഹിതമായ 817.8 കോടി രൂപ സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനം. വയനാട് ഉരുൾപൊട്ടൽ അതിജീവിതർക്കുള്ള പുനരധിവാസ ടൌൺഷിപ്പിന്റെ നിർമ്മാണത്തിന് കേന്ദ്രമന്ത്രി പിണറായി വിജയൻ നാളെ തുടക്കം കുറിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി
8:35.